അത്യാവശ്യമൊക്കെ ജീവിക്കാൻ ഒരു സ്ഥിര വരുമാനം ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ പെൻഷൻ ഉണ്ടാവും, ശമ്പളം ഉണ്ടാവും, ഒരു കച്ചവട പീടിക ഉണ്ടാവും. അങ്ങനെ അത്യാവശ്യം ഞാൻ ഇനി അങ്ങനെ തട്ടിമുട്ടാതെ പോകുന്നു തോന്നുമ്പോഴേ ആ വിനയവും അള്ളാഹുവിന് വിധേയപ്പെടാനുള്ള മനസ്സൊക്കെ പോകും. വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സി. അല്ല എത്ര മനോഹരമായിട്ടാണ് പറഞ്ഞെന്ന്. തോട്ടമുണ്ട്, തോട്ടം വെറും തോട്ടമല്ല സുഹൃത്തുക്കളെ. ആ തോട്ടം എന്താണ്? ഈത്തപ്പനയുടെ തോട്ടം, മുന്തിരികളുടെ ഇടകൃഷിയുള്ള നല്ല മനോഹരമായൊരു നദി ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് വെള്ളം കിട്ടാത്ത പ്രശ്നം ഉണ്ടാവില്ല. വെള്ളം കിട്ടുന്ന കാലത്തോളം കൃഷി നശിക്കുന്ന പ്രശ്നമില്ല. അപ്പം എന്തേ മനസ്സിക്ക് വന്നത്? ഈ കൃഷിയും പരലോകവും തമ്മിൽ എന്താ ബന്ധം? അയാളെ മനസ്സിൽ വന്നത് വമാ അളുന്നു സ്സാഅത ഖായിമതൻ വലഇൻ റുദിത്തു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ. എന്താ പരലോകമൊന്നും ഉണ്ടാവും ഞാൻ വിചാരിക്കില്ല, അതൊന്നും ബേജാറായി ജീവിക്കാൻ വയ്യാൻ. നീ അഥവാ ഉണ്ടാവുകയാണെങ്കിലും നിങ്ങളെയൊക്കെ ഇവിടെ പട്ടിണിക്കിട്ടപ്പോൾ സമൃദ്ധമായൊരു തോട്ടം തന്ന പടച്ചോൻ ഇന്നെ അവിടെ വെറുതെ ആക്കൂലാന്ന്. നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ അതുണ്ട് ഇല്ലേ? അനുജന്മാർക്കില്ലാത്ത, ജ്യേഷ്ഠന്മാർക്കില്ലാത്ത, അയൽവാസിക്കില്ലാത്ത കാറും പത്രാസും നമുക്കുണ്ടല്ലോ. അതുകൊണ്ട് കുടുങ്ങൂല, പരലോകത്ത് കുടുങ്ങൂല. അങ്ങനെ ഒരു തോന്നലുണ്ട് സുഹൃത്തുക്കളെ. അപ്പം പാപപ്പെട്ടവൻ അവനോട് പറഞ്ഞു, വലിയ അഹങ്കാരമൊന്നും പറയണ്ടടാ, നിനക്ക് തന്നതിനേക്കാളും എനിക്ക് തരാനും നിന്നെ ഒന്നുമല്ലാത്തവനാക്കാനും കഴിയുന്ന ഒരുത്തൻ മേലെ നോക്കി ഇരിപ്പുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. തിരിച്ചു വാങ്ങാൻ പറ്റും സുഹൃത്തുക്കളെ, തിരിച്ചു വാങ്ങാൻ പറ്റും. കോടികൾ വില വരുന്ന വീടുകൾ വിൽക്കുന്ന, ലോട്ടറി പോലെ വിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ? എന്തിനാ വിൽക്കുന്നത്? കുറച്ചൊക്കെ തട്ടിപ്പുകളുണ്ടെങ്കിലും ഈ കോടിയുള്ളവൻ തൻ്റെ മുഴുവൻ സാധനങ്ങളും അത് വീട് ജപ്തി ചെയ്യാൻ വേണ്ടി വന്ന ഉദ്യോഗസ്ഥർ മുഴുവൻ സാധനങ്ങളും ലോറി കയറ്റിയിട്ട് ഇനി എവിടെ ഇത് ഇറക്കുക എന്ന് ആലോചിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. അതിനൊക്കെ നിമിഷങ്ങൾ മതി സഹോദര. അതുകൊണ്ട് വിനയപ്പെട്ട് ജീവിക്കാം, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കുക. വദ്കുറൂനി അദ്കുറുക്കും. നിങ്ങൾ ഓർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കുന്നതാണ് സുഹൃത്ത്.